എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ പ്രസാദ്. പ്രോപ്രിയപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. ഇത് ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റും ആണ്. പല പ്രാവശ്യം അല്ലെങ്കിൽ മിക്കപ്പോഴും നടക്കുന്ന കേട്ടറ്റിന്റെയും അതുപോലെ തന്നെ PSCന്റെ എക്സാംസിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കാണാറുള്ളതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻ, സിസ്റ്റം, അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് സെൽ എന്താണെന്ന് നോക്കാം. സെല്ലിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി. അപ്പോൾ സെൽസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് സെൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബോഡീന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി. ഇതിനെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി എന്നുകൂടി പറയുന്നു. ഇപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമുക്കിപ്പോൾ വലിയൊരു ബിൽഡിംഗ് പണിയാണെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കട്ടകൾ വേണം, അല്ലെങ്കിൽ ബ്രിക്സ് വേണം. ആ ഒരു ബ്രിക്സ് പലതിനെ നമ്മൾ അടുക്കി ഷേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു വലിയൊരു ബിൽഡിംഗ് പണിയുന്നത്. അപ്പൊ ഒരു ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കട്ടകൾ വേണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു ഹ്യൂമൻ ബോഡീന്റെ ഈ ഒരു സ്ട്രക്ചറും ഷേപ്പും എല്ലാം കിട്ടാനായിട്ട് അതിന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും എല്ലാം നടത്തുന്നത് സെൽസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സെൽസിനെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളത് ഡാഷ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡിയെ വിളിക്കുന്ന പേര് എന്ത് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അതിൽ ഓപ്ഷൻസിൽ ഉണ്ടാവും സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, അങ്ങനെ എക്സെട്ര എക്സെട്ര. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സെല്ലാണ്. പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത് what is also known as building blocks of the body. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ബോഡി എന്നുകൂടി വിളിക്കുന്നത് എന്തിനെ എന്നും വരാറുണ്ട്. അതിലും ഓപ്ഷൻസിൽ ഉണ്ടാവും സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം എക്സെട്ര. അപ്പൊ അതിന്റെയും ആൻസർ എന്ന് പറയുന്നത് സെൽസ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ, ടിഷ്യൂ. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. ഒരു സെൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്ന്. കാരണം നമ്മൾ പറഞ്ഞു ടിഷ്യൂസ്, സെൽസ് എന്ന് പറയുന്നത് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ്, അത് മൈന്യൂട്ട് ആണ്. നമ്മുടെ ബോഡിയിൽ മില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് എന്ന്. ടിഷ്യൂസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. നെക്സ്റ്റ് വൺ, ഓർഗൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഏകദേശം 78ഓളം ഓർഗൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസ് എന്ന് പറയുന്നത്? ബ്രെയിൻ, കിഡ്നി, സെൽസ്, ഹേർട്ട്, ലിവർ, ലങ്സ്, ഇതെല്ലാം നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസ് ആണ്. അങ്ങനെ ഏകദേശം 78 ഓർഗൻസ് ആണ് ഉള്ളത്. എത്ര ഓർഗൻസ് ഉണ്ടെന്ന് പൊതുവെ വരാറില്ല. അപ്പോൾ ഏകദേശം 78ഓളം ഓർഗൻസ് ഉണ്ട്. ഇതെല്ലാം വേരിയസ് ഓർഗൻസ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഈസ് നോൺ ആസ് ഓർഗൻസ്. അതായത് ഓർഗൻസ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നതാണ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഓർഗൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ഏകദേശം 11 പ്രധാനപ്പെട്ട ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഓർഗൻ സിസ്റ്റംസ്? ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്കറിയാം സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഓരോ ഓർഗൻ സിസ്റ്റത്തിന്റെയും ഫങ്ഷനും ഡിഫറെന്റ് ആണ്. അപ്പം ടിഷ്യൂസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ആയിട്ട് ഫോം ചെയ്യും. ഓർഗൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻ സിസ്റ്റം ആയിട്ട് ഫോം ചെയ്യും. അതായത് പല ഓർഗൻസ് ഫോം ചെയ്യുമ്പോഴാണ് അതൊരു സിസ്റ്റം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഹേർട്ട്, ബ്ലഡ് വെസൽസ്,
ലങ്സ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ അതെന്ത് സിസ്റ്റം ആയിട്ടാണ് മാറുന്നത്? കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് മാറുന്നു. അപ്പം അതുപോലെ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഇനി ഹ്യൂമൻ ബോഡി ഇതുപോലുള്ള എല്ലാ ഓർഗൻ സിസ്റ്റംസും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് അതൊരു ഹ്യൂമൻ ബോഡി ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഓർഡർ എന്ന് പറയുന്നത്. ഇതാ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. സെൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂസ് എന്ന് വിളിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ട് ഫോം ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ജോയിൻ ചെയ്ത് ഒരു ഓർഗൻ സിസ്റ്റമായി മാറും. അങ്ങനെ ഓർഗൻ സിസ്റ്റം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു ഓർഡറും PSCയുടെ ക്വസ്റ്റ്യൻസിനും കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻസിനും കണ്ടിട്ടുള്ളതാണ്. ഇവർ ഈ ഒരു ഓർഡർ ഏതാണ് നമ്മുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, താഴെ തൊട്ട് മേലെ വരെ എങ്ങനെയാണ് ഹ്യൂമൻ ബോഡി ഫോം ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സെൽസ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ടിഷ്യൂസ് ആയിട്ട് മാറും. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ട് മാറും. ഓർഗൻസ്, പല ഓർഗൻസ് ഓർഗൻ സിസ്റ്റം ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഓർഗൻ സിസ്റ്റം ഒരു ഓർഗാനിസം ആവും അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി ആവും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഈ ഒരു ഓർഡർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം അവർ ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും തരുന്നത്. അപ്പൊ ഈ ഒരു കറക്റ്റ് ഓർഡറും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ, നമ്മൾ ഒരു സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെൽ ഡിവിഷൻ ഉണ്ട്. ഈ ഒരു ഭാഗവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തു പോകുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ ലെക്ചർ ക്ലാസ്സിലോട്ട് നമ്മൾ കടക്കുന്നില്ല. പ്രധാനപ്പെട്ട കേട്ടറ്റിന് കൂടുതലും, കേട്ടറ്റും PSC എക്സാമിനും കൂടുതൽ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കുറച്ച് പോർഷൻസ് മാത്രം നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നുള്ളൂ. അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി സെൽ ഡിവിഷനെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. മൈറ്റോസിസ് എന്നും മിയോസിസ് എന്നും. അപ്പൊ എന്താണ് മൈറ്റോസിസും മിയോസിസും എന്ന് നോക്കാം. മൈറ്റോസിസ് എന്ന് പറയുന്നത് ടു ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ്, അതായത് ഒരു സെല്ലിൽ നിന്ന് അത് ഡിവൈഡ് ചെയ്ത് രണ്ട് ഐഡന്റിറ്റിക്കൽ ഡോട്ടർ ആവും. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമാവും. അത് ഐഡന്റിറ്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് മൈറ്റോസിസ്. മൈറ്റോസിസ്, MI2 ഒന്നിൽ നിന്ന് രണ്ടാവും മൈറ്റോസിസ്. അപ്പം അതായത് ഇതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ഗ്രോത്ത് ആൻഡ് റിപ്പയർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈറ്റോസിസ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കുഞ്ഞാണ്, നമ്മുടെ ശരീരമൊക്കെ ചെറുതാണ്, അതിങ്ങനെ വളർന്നു വളർന്നു വരില്ലേ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള സെൽസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ കൂടുന്നത്? മൈറ്റോസിസ് വഴിയാണ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസും ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ ശരീരവും വളർന്നുകൊണ്ടിരിക്കും. അത് സെയിം ആയിരിക്കും. ഒരു സെല്ല് ഉണ്ടെങ്കിൽ ആ സെല്ല് നേരെ പകുതിയായി ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമാവും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫംഗ്ഷൻ ഇതെല്ലാം സെയിം ആയിരിക്കും. ഒന്ന് രണ്ടാവുന്നു. അങ്ങനത്തെ ഒരു സെല്ല് രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യുന്നതിനാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ട്, MI2 മൈറ്റോസിസ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് റിപ്പയറിംഗ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു സെല്ല് രണ്ട് ഐഡന്റിക്കൽ ഡോട്ടർ സെല്ലായിട്ട് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്ത്? മൈറ്റോസിസ് ആണോ, മിയോസിസ് ആണോ, ബൈനറി ഫിഷൻ ആണോ, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മിയോസിസ് എന്താണ്? ഒരു സെല്ല് നാല് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് മിയോസിസ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിയോസിസിൽ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കില്ല. മിയോസിസിൽ വരുന്നത് നാല് സെല്ലും നാല് രൂപത്തിലുള്ളതായിരിക്കും. ഒരു സെല്ല് നാല് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു സെല്ലിൽ നിന്ന് നാല് സെല്ല് ഫോം ചെയ്തു. പക്ഷെ ഈ നാല് സെല്ലിന്റെ ഷേപ്പ്, സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം മിയോസിസിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇത് കൂടുതലായിട്ട് നടക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്ഷനിലാണ്. കാരണം ഒരു കുട്ടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു കുട്ടിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇവരുടെ രണ്ടുപേരുടെ ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവർ രണ്ടുപേർക്കും ഉള്ള ക്വാളിറ്റീസ് ഈ ഒരു കുട്ടിക്ക് ഉണ്ടാവും, അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു മിയോസിസ് പ്രോസസ്സ് റീപ്രൊഡക്ഷനിലാണ് നമ്മൾ കൂടുതലും നടക്കുന്നതെന്ന് പറയുന്നത്. കാരണം ആ ഒരു കുട്ടിക്ക് ഈ ഒരു അച്ഛന്റെയും അമ്മയുടെയും ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, രണ്ടുപേരുടെയും. അപ്പൊ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് നാലെണ്ണം ആവുന്ന പ്രോസസ്സാണ് പറയുന്നത് മിയോസിസ് എന്ന് പറയുന്നത്. മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം ആവുന്നു. MI2 മൈറ്റോസിസിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം ആവുന്നു.
ഇപ്പം മൈറ്റോസിസിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീലിംഗ് എ കട്ട് ഓൺ യുവർ സ്കിൻ. അതായത് നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു മുറിവ് വീണ്ടും ജോയിൻ ചെയ്ത് അവിടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കും. അപ്പൊ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആണ്. കാരണം അവിടെ ആ ഒരു കട്ടായ കുറച്ച് സെൽസിന് വീണ്ടും ആ ഭാഗത്തുള്ള സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 1 2 ആവും, 2 4 ആവും, 4 8 ആവും, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെല്ല് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മിയോസിസ് എന്ന് പറയുന്നത് ഒരു സെല്ല് 4 സെല്ലായിട്ട് മാറുന്നു. അത് കൂടുതലും റീപ്രൊഡക്ഷനിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഭാഗവും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളതാണ്. ലിഗമെന്റ്. എ ലിഗമെന്റ് ഈസ് ദ ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ബോൺസ് ടു ബോൺ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലിഗമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ലിഗമെന്റുകളുടെ പേരായിരിക്കും ACL ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, PCL പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, LCL, MCL, അങ്ങനെ ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഈ ലിഗമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്റ്റെബിലിറ്റി, സപ്പോർട്ട് ഇതെല്ലാം തരിക എന്നുള്ളതാണ് ലിഗമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിഗമെന്റിനെ കുറിച്ച് കൂടുതലും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളത്, അല്ലെങ്കിൽ PSC കേട്ടറ്റിന്റെ എക്സാമിന് കാണാറുള്ളത്, ദ ടിഷ്യൂ വിച്ച് കണക്ട്സ് ബോൺസ് ടു ബോൺ. ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേര് എന്ത്? അതിനെ പറയുന്ന പേര് ലിഗമെന്റ് എന്നാണ്. കാരണം ലിഗമെന്റ് കണക്ട് ചെയ്യുന്നത് ബോണിൽ നിന്ന് ബോണിലേക്കാണ്. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ബോൺ ഉണ്ടെങ്കിൽ ആ ഒരു ബോണിൽ നിന്ന് മറ്റൊരു ബോണിനെയും കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ടിഷ്യൂ. ടിഷ്യൂ വിച്ച് അറ്റാച്ചസ് ടു മസിൽ ടു ബോൺ. മസിലിൽ നിന്ന് ബോൺസിനെ കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ടെൻഡൻ കണക്ട് ചെയ്യുന്നത് മസിൽസ് ടു ബോൺ, ലിഗമെന്റ് കണക്ട് ചെയ്യുന്നത് ബോൺസ് ടു ബോൺ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട്സ് യുവർ ജോയിന്റ് ആൻഡ് ബോൺസ്. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോണിന്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഷ്യനിങ് സപ്പോർട്ട് തരുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കാർട്ടിലേജ് എന്നുള്ളത്. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കാർട്ടിലേജിന്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കുഷ്യനിങ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഒക്കെ തടയുക എന്നുള്ളതാണ് ഈ ഒരു കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട പേരുകളുണ്ട്. അതായത് ഇവർ ചോദിക്കുന്ന ദ സ്റ്റഡി ഓഫ് സെൽ ഈസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ സെൽസിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് സൈറ്റോളജി എന്നാണ്. അതുപോലെ സ്റ്റഡി ഓഫ് ടിഷ്യൂ ഈസ് നോൺ ആസ് ഹിസ്റ്റോളജി. ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് ഹിസ്റ്റോളജി എന്നാണ്. സ്റ്റഡി ഓഫ് മസിൽസ് ഈസ് നോൺ ആസ് മയോളജി. മസിലുകളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് മയോളജി. സ്റ്റഡി ഓഫ് ബോൺ ഈസ് നോൺ ആസ് ഓസ്റ്റിയോളജി. നമ്മുടെ എല്ലുകളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് ഓസ്റ്റിയോളജി. സ്റ്റഡി ഓഫ് ജോയിന്റ്സ് ഇസ് നോൺ ആസ് ആർത്രോളജി. നമ്മുടെ ജോയിന്റുകളെ അല്ലെങ്കിൽ സന്ധികളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് ആർത്രോളജി എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആർത്രൈറ്റിസ് എന്നൊക്കെ. ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ സന്ധിവാദം. ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ജോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ജോയിന്റിൽ കൂടുതൽ സ്വെല്ലിങ് വരിക, അത് കാരണം ഒരു സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ ആളുകൾക്ക് നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, വേദന, ജോയിന്റിൽ വേദന, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു അസുഖത്തെ പറയുന്ന പേരാണ് ആർത്രൈറ്റിസ് എന്ന്. കൂടുതലും ഇത് പ്രായമായിട്ടുള്ളവർക്കാണ് കാണുന്നത് ഈ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖം. അപ്പൊ അതെന്താണ്? ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ജോയിന്റ്സുമായിട്ടുള്ള പഠനത്തെ ആർത്രോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻസിന് കണ്ടിട്ടുള്ളതാണ് പല പ്രാവശ്യവും. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് ടേംസ് ഉണ്ട്. അപ്പൊ ആ ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതും നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് ഇത്രയും ഭാഗം കവർ ചെയ്യ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് സ്പീഡിൽ ഒന്ന് കവർ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലിഗമെന്റ്? ലിഗമെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് കണക്ട് മസിൽസ് ടു മസിൽ. ഓപ്ഷൻ ബി കണക്ട് ബോൺ ടു ബോൺ. ഓപ്ഷൻ സി പ്രൊട്ടക്ട് ഇന്റേണൽ ഓർഗൻസ്. ആൻഡ് ഓപ്ഷൻ ഡി പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്. അപ്പൊ എന്താണ് ആൻസർ? ആൻസർ ബി ആണ്. ബോൺസ് കണക്ട് ബോൺസ് ടു ബോൺ. ബോണിൽ നിന്ന് ബോണിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഈസ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ? ഗ്രോത്ത് ആൻഡ് റിപ്പയറിൽ ഇൻവോൾവ് ചെയ്യുന്ന സെൽ ഡിവിഷൻ ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിരുന്നു. ഓപ്ഷൻ എ ബൈനറി ഫിഷൻ. ഓപ്ഷൻ ബി ബഡ്ഡിംഗ്. ഓപ്ഷൻ സി മ്യൂസിസ്. ആൻഡ് ഓപ്ഷൻ ഡി മൈറ്റോസിസ്. അപ്പൊ ഗ്രോത്ത് ആൻഡ് റിപ്പയറിൽ ഇൻവോൾവ് ചെയ്യുന്ന സെൽ ഡിവിഷൻ ഏതാണ്? മൈറ്റോസിസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി മൈറ്റോസിസ് ആണ് ശരി ഉത്തരം. നമ്മൾ പറഞ്ഞിരുന്നു മൈറ്റോസിസ് എന്നാണ്
ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് സഹായിക്കുന്നതാണ്. ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട്, മൈറ്റോ ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ മിയോസിസിന്റെ ഫങ്ഷൻ എന്താണ്? അത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു സെല്ല് 4 സെല്ലായിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ്. ഓപ്ഷൻ എ ടിഷ്യൂ, ഓപ്ഷൻ ബി ഓർഗൻ, ഓപ്ഷൻ സി സെൽ, ഓപ്ഷൻ ഡി ഓർഗൻ സിസ്റ്റം. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി സെല്ലാണ് ശരി ഉത്തരം. കാരണം സെല്ലാണ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സെൽസ് ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ട സ്ട്രക്ചറും എല്ലാ ഫങ്ഷൻസും, ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നടത്തുന്നത് സെൽസ് ആണ്. സെൽസ് ഇസ് ഓൾസോ നോൺ ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷോസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഡർ എങ്ങനെയാണ്? ഓപ്ഷൻ എ ടിഷ്യൂ, സെൽ, ഓർഗൻ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഓപ്ഷൻ ബി സെൽ, ടിഷ്യൂ, ഓർഗൻ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഓപ്ഷൻ സി ഓർഗൻ, ടിഷ്യൂ, സെൽ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഓപ്ഷൻ ഡി സെൽ, ഓർഗൻ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഓർഗാനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഈ ഒരു പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റിയോ എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ കേട്ടറ്റ് റിലേറ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കേട്ടറ്റ് ആൻഡ് PSC റിലേറ്റഡ് അപ്ഡേറ്റ്സ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് പ്രോപ്പർ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.